നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും സിപിഎമ്മിനെ വെട്ടിലാക്കിക്കൊണ്ട് മറ്റൊരു അവതാരം കൂടി രംഗത്തേക്ക് വരികയാണ്. ഏതായാലും ഇപ്പോൾ ഒരു കത്തും അത് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് സിപിഎമ്മിൽ പല രീതിയിലുള്ള തീയാണ് ഇപ്പോൾ അവിടെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഉത്തരം അല്ലെങ്കിൽ ഇതുവരെയായിട്ടും സിപിഎം പാർട്ടി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. സിപിഎമ്മിലെ ഫണ്ട് വരവിനെ സംബന്ധിച്ച് നേരത്തെ കേന്ദ്ര ഏജൻസികൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു, പ്രത്യേകിച്ച് കോവിഡ് കാലത്തിന് ശേഷം വന്ന ഫണ്ടുകൾ. ഇതോടെ AKG ഭവനിൽ ED അന്വേഷണം നടത്താൻ പോവുകയാണെന്നും എതിർകക്ഷികളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വകവരുത്തുകയാണെന്നും സിപിഎം മുറവിളി കൂട്ടി. എന്നാൽ ഇപ്പോൾ മുറവിളികൾക്കൊന്നും പ്രസക്തി ഇല്ലാതാക്കിക്കൊണ്ട് സിപിഎമ്മിന്റെ കൊടും അഴിമതികൾ ഒരു സഖാവ് വഴി തന്നെ ദില്ലി ഹൈക്കോടതിയുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇനി ഹൈക്കോടതിയിൽ നിന്നും ഒരു ഉത്തരവ് ലഭിച്ചാൽ കേന്ദ്രത്തിന് സുഗമമായി അന്വേഷിക്കാം. വിവാദ വ്യവസായി രാജേഷ് കൃഷ്ണയ്ക്കെതിരെ വി മുഹമ്മദ് ഷർഷാദ് സിപിഎം കേന്ദ്ര നേതൃത്വത്തിനെതിരെ നൽകിയ കത്താണ് കറങ്ങിത്തിരിഞ്ഞത് ഹൈക്കോടതിയിലെത്തിയത്. കത്തിലെ ആദ്യ വരി മുതൽ അവസാന വരി വരെ സാമ്പത്തിക തിരിമറിയെക്കുറിച്ചുള്ള കഥകളാണുള്ളത്. രാജേഷുമായി അടുത്ത് പ്രവർത്തിച്ചതിലൂടെ താൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കത്തിലുള്ളതെന്നും വ്യവസായിയായ ഷർഷാദ് പറയുന്നു. പാർട്ടിക്കെതിരെ ആരോപണം ഉയരുമ്പോൾ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും ഒറ്റക്കെട്ടായി ഇറങ്ങുന്ന നേതൃത്വം പക്ഷേ ഇക്കാര്യത്തിൽ മൗനം പുലർത്തുകയാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകനെതിരെ ഇതിനു മുൻപും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണമുണ്ടായ സമയത്ത് സംഭവിച്ചതുപോലെ അവരവർ തന്നെ നേരിടട്ടെ എന്നുമാണ് പാർട്ടി നേതാക്കളുടെ നിലപാട്. ചുരുക്കത്തിൽ തകർന്നത് ഗോവിന്ദൻ മാഷിന്റെ ഇമേജാണ്. 2018 താനും കുടുംബാംഗങ്ങളും ഡൽഹി സന്ദർശിച്ചപ്പോൾ പാർലമെന്റ് സന്ദർശിക്കുന്നതിന് പാസ് ലഭിക്കാൻ വേണ്ടി ഗോവിന്ദൻ മാഷിന്റെ മകൻ ശ്യാംജിത്തിനെ ബന്ധപ്പെട്ടു എന്നാണ് ഷർഷാദിന്റെ കത്തിലുള്ളത്. ശ്യാമിന്റെ നിർദ്ദേശപ്രകാരം രാജേഷിനെ വിളിച്ച് MP ആയിരുന്ന PK ബിജുവിന്റെ ഓഫീസ് വഴി രാജേഷ് പാസ് ലഭ്യമാക്കി. MV ഗോവിന്ദന്റെ വിശ്വസ്തനാണ് ബിജു. സ്വകാര്യ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിൽ ചില തടസ്സങ്ങൾ നേരിട്ടപ്പോഴും രാജേഷിന്റെ സഹായം തേടി. അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് നേരിട്ട് ബാങ്കിൽ വിളിച്ചാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചത്. ഒരു വ്യക്തിയുടെ പ്രശ്നം പരിഹരിക്കാൻ ധനമന്ത്രി നേരിട്ട് വിളിച്ചതിന് മിറാക്കിൾ എന്നാണ് ബാങ്ക് അധികൃതർ വിശേഷിപ്പിച്ചത്. പിന്നീട് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് മുഖ്യമന്ത്രി ധനമന്ത്രി ഐസക് ലണ്ടനിലെത്തി. അപ്പോഴും രാജേഷ് ഒപ്പമുണ്ടായിരുന്നു. ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട് ലണ്ടനിലെ കടലാസ് കമ്പനി വഴി രാജേഷ് നടത്തിയ നിക്ഷേപത്തിന് പിന്നിലും തട്ടിപ്പുണ്ട്. സർക്കാരിന്റെ വൻ പദ്ധതി നടപ്പാക്കുന്നവർ എന്ന നിലയിലാണ് ലണ്ടൻ കമ്പനിയെ കേരളത്തിൽ അവതരിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കമ്പനി പ്രതിനിധികൾ എന്ന പേരിൽ ലണ്ടനിൽ നിന്നുള്ള സംഘം കേരളത്തിലെത്തി. മാധ്യമങ്ങളിൽ വലിയ വാർത്ത നൽകിയെങ്കിലും സർക്കാർ നേരത്തെ തന്നെ നടപ്പാക്കുന്ന ശുചിത്വ സാഗരം പദ്ധതിയെക്കുറിച്ച് മാത്രമാണ് അവർ സംസാരിച്ചത്. അന്നത്തെ ഫിഷറീസ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ഉൾപ്പെടെ സർക്കാരിന്റെ പ്രമുഖർ ഈ സന്ദർശനത്തെക്കുറിച്ച് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. വിദേശ നിക്ഷേപ ചട്ടം ലംഘിച്ചതിന് ചെന്നൈയിലെ സെക്യൂരിറ്റി സർവീസസ് കമ്പനിക്കെതിരെയും കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണം നടന്നുവരികയാണ്. കമ്പനിയുടെ മറവിൽ ഇടത് നേതാക്കൾക്ക് രാജേഷ് പണം അയച്ചു. കേന്ദ്ര അന്വേഷണം പാർട്ടിയിലേക്കോ നേതാക്കളിലേക്കോ എത്തുമോ എന്ന് താൻ ഭയപ്പെടുന്നതായി കത്തിൽ പറയുന്നു. ലണ്ടനിൽ നിന്നും കൊച്ചിയിലേക്ക് രാജേഷ് കാർ യാത്ര പ്രഖ്യാപിച്ചെങ്കിലും നടത്തിയില്ല. എന്നാൽ അതിന്റെ പേരിൽ പിരിച്ച പണം തട്ടിയെടുത്തു. ലോക കേരള സഭാംഗം എന്ന പദവിയും ഇതിനായി ദുരുപയോഗം ചെയ്തു. നടി ശോഭനയുടെ നൃത്ത പരിപാടി ലണ്ടനിൽ സംഘടിപ്പിച്ചതിന്റെ മറവിലും പണം തട്ടിപ്പ് നടത്തിയതായാണ് വിവരം. മമ്മൂട്ടി അഭിനയിച്ച പുഴു എന്ന സിനിമയുടെ നിർമ്മാണ ചെലവിന് എന്ന പേരിൽ ഇംഗ്ലണ്ട്, ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നും 80 ലക്ഷം രൂപ രാജേഷ് ഇന്ത്യയിലെത്തിച്ചു. പ്രൊഡ്യൂസർ വേഷത്തിൽ മലയാള സിനിമയിൽ കയറിപ്പറ്റി വിവിധ ഇടപാടുകൾ നടത്തി സ്ഥാനവും മേൽവിലാസവും നേടിയെടുക്കാനാണ് രാജേഷിന്റെ ശ്രമം. കേരളത്തിലെ CPM നേതാക്കളുമായുള്ള അടുപ്പം, ഇവർ തമ്മിലുള്ള ഇടപാടുകൾ എന്നിവ കാണിച്ച് UK പരിപാടികളിലും പാർട്ടി വേദികളിലും രാജേഷ് നിരന്തരം പങ്കെടുക്കാറുണ്ട്. ലോക കേരള സഭ, മലയാളം മിഷൻ, പാർട്ടിയുടെ സാംസ്കാരിക സംഘടനകൾ എന്നിവയിൽ സ്വന്തം അജണ്ട നടപ്പാക്കാൻ രാജേഷ് ശ്രമിക്കാറുണ്ട്. UK-യിലെത്തുന്ന പാർട്ടി നേതാക്കളുമായി ദുരൂഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒട്ടേറെ സംഭവങ്ങളുണ്ട്. മുൻപ് ശ്രീരാമകൃഷ്ണന്റെ UK സന്ദർശനവുമായി ബന്ധപ്പെട്ട് രാജേഷ് നടത്തിയ ഇടപെടലുകൾ മലയാളി സമൂഹത്തിനിടയിൽ പാർട്ടിക്ക് വലിയ അവമതിപ്പുണ്ടാക്കി. രാജേഷിന്റെ ക്രിമിനൽ പ്രവർത്തനങ്ങളും അവിശുദ്ധ ബന്ധങ്ങളും പാർട്ടിയുടെയും സർക്കാരിന്റെയും സംവിധാനങ്ങളിലുള്ള സ്വാധീനം ദുരുപയോഗം ചെയ്തുള്ള നടപടികളും പൊതുസമൂഹത്തിന് മുൻപിൽ അനാവരണം ചെയ്യപ്പെടണമെന്നാണ് കത്തിലെ ആവശ്യം. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേരും ഓഫീസ് ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നും പരാതിയിൽ പറയുന്നു. മുൻ മന്ത്രി തോമസ് ഐസക്കുമായുള്ള രാജേഷിന്റെ ബന്ധം മസാല ബോണ്ട് വിവാദത്തിലാണ് ചെന്ന് നിൽക്കുന്നത്. മത്സ്യബന്ധന കരാറും സർക്കാരിന്റെ വൻകിട പദ്ധതികളും വേറെ. ഇത് CPM നേതാക്കളെ മാത്രമല്ല സർക്കാരിനെ തന്നെ സംശയനിഴലിലാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും ഒപ്പം രാജേഷ് നിൽക്കുന്നതും സംസാരിക്കുന്നതുമായ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ധാരാളമുണ്ട്. രാജേഷ് തന്നെ ഇത് പങ്കുവച്ചിട്ടുമുണ്ട്. KSFE പ്രവാസി ചിട്ടിയുടെ വിദേശത്ത് നടന്ന പരിപാടികളും രാജേഷിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. സീതാറാം യെച്ചൂരി തുടങ്ങിയവർക്കൊപ്പമുള്ള ചിത്രങ്ങളും രാജേഷ് തന്നെ തന്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ പങ്കുവച്ചിട്ടുണ്ട്.
ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വിവാദമായതിനെ തുടർന്ന് റദ്ദാക്കിയ ആഴക്കടൽ മത്സ്യബന്ധന കരാറിനെക്കുറിച്ചും രാജേഷിനെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ട്. ഫിഷറീസ് വകുപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട പല പ്രവർത്തനങ്ങൾക്കും പദ്ധതികൾക്കും ലണ്ടനിൽ നിന്നുള്ള ഒരു കമ്പനിയുടെ സഹായവും പങ്കാളിത്തവും ഏർപ്പാടാക്കിയെന്നാണ് പരാതി. ലണ്ടൻ സംഘം എന്ന മട്ടിൽ കേരളത്തിൽ വന്നുപോയ ഗ്രൂപ്പിൽ മാത്യൂസ് എന്ന പേരുള്ള ഒരു ഇംഗ്ലീഷുകാരൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ലണ്ടൻ സംഘം എന്ന പേരിൽ കേരളത്തിലെത്തിയ ആളുകൾക്ക് പദ്ധതിയുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ചുരുക്കത്തിൽ രാജേഷിനെയും പരാതി നൽകിയ മുഹമ്മദ് ഷർഷാദിനെയും തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയിലാണ് CPM നേതാക്കൾ. ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നിഷേധാത്മക നിലപാടാണ് പിണറായി ഉൾപ്പെടെയുള്ളവരെ പ്രതിസന്ധിയിലാക്കുന്നത്. ഗോവിന്ദൻ മാഷിന്റെ മകൻ വിവാദങ്ങളിൽ പെടുമ്പോൾ പിണറായിക്ക് ഒളിച്ചോടാൻ നിവർത്തിയില്ല. സർക്കാരും പാർട്ടിയും തമ്മിലുള്ള പണമിടപാടുകൾ സംബന്ധിച്ച് അതീവ ഗുരുതര ആരോപണങ്ങൾ അടങ്ങിയ ഒരു കത്ത് ഒരു ഹൈക്കോടതിയുടെ രേഖയിലേക്ക് മാറിയത് പാർട്ടിയെ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുന്നു. വിശദാംശങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടാൽ CPM പ്രതിസന്ധിയിലാകും. നേതാക്കൾ ആരും എടുത്തു ചാടി അഭിപ്രായം പറയാത്തതിന്റെ പ്രധാന കാരണം ഇതാണ്. AKG സെന്ററിലും AKG ഭവനിലും കൊണ്ടുപിടിച്ച ചർച്ചകളാണ് നടക്കുന്നത്. എന്നാൽ പിണറായി വിജയന് പോലും ഇക്കാര്യത്തിൽ എന്ത് സംസാരിക്കണമെന്ന് കുറിച്ച് ഒരു വ്യക്തമായ ഒരു രൂപവുമില്ല. അതിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലുള്ള കേന്ദ്ര ഏജൻസികൾ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന ആവശ്യമായി കേരളത്തിൽ നിന്നും കത്തുകൾ പ്രവഹിക്കുകയാണ്. അനധികൃത സാമ്പത്തിക ഇടപാട് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒഴിഞ്ഞുമാറി. ഇത്തരത്തിലുള്ള അസംബന്ധങ്ങളോട് താൻ പ്രതികരിക്കില്ലെന്നായിരുന്നു ഗോവിന്ദന്റെ മറുപടി. PBക്ക് നൽകിയ പരാതി ചോർന്നതിന് പിന്നിൽ MV ഗോവിന്ദന്റെ മകൻ ഷ്യാംജിത്ത് ആണെന്ന് പരാതി നൽകിയ വ്യവസായി മുഹമ്മദ് ഷർഷാദ് ആരോപിച്ചിരുന്നു. പാർട്ടി നേതാക്കൾക്ക് ഹവാല പണമിടപാടിൽ പങ്കാളിത്തമുണ്ടെന്ന് ആരോപിച്ചും പാർട്ടി കോൺഗ്രസിൽ ലണ്ടനിൽ നിന്നുള്ള പ്രതിനിധിയായി പങ്കെടുക്കാനിരുന്ന രാജേഷ് കൃഷ്ണയെക്കുറിച്ചുമാണ് വ്യവസായി ഷർഷാദ് PBക്ക് പരാതി നൽകിയത്. CPMലെ ഉന്നത നേതാക്കളും മുഖ്യമന്ത്രി, മന്ത്രിമാർ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ നിരവധി നേതാക്കൾ സംശയത്തിന്റെ നിഴലിലായ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിച്ച് നേതാക്കളുടെയും സഹയാത്രികരുടെയും കൈകളിൽ എത്തിച്ചേർന്നത് കോടിക്കണക്കിന് രൂപയാണ്. CPM നേതാക്കളും മന്ത്രിമാരും നിരന്തര വിദേശയാത്രകൾ നടത്തിവരുന്നതിൽ ദുരൂഹത ഉയരുന്ന സാഹചര്യത്തിലാണ് കള്ളപ്പണം വെളുപ്പിച്ച് കോടികൾ സമ്പാദിക്കുന്ന വിവരം പുറത്തുവന്നത്. പ്രതിനിധി സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയത് വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി രാജേഷ് കൃഷ്ണ ഹൈക്കോടതിയിൽ സ്വകാര്യ അന്യായം നൽകിയിരുന്നു. ഇതിനൊപ്പമാണ് ഷർഷാദ് നൽകിയ പരാതി കൂടി ഉൾപ്പെടുത്തുന്നത്. PBക്ക് നൽകിയ ഈ പരാതി രാജേഷിന് ചോർത്തി നൽകിയത് MV ഗോവിന്ദന്റെ മകനാണെന്നാണ് പരാതിക്കാരൻ ആരോപിച്ചിരിക്കുന്നത്. CPM UK ഘടകം ഭാരവാഹിയും വ്യവസായിയുമായ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ചെന്നൈയിലെ വ്യവസായി B മുഹമ്മദ് ഷർഷാദ് PB അംഗം അശോക് ധവളയ്ക്ക് നൽകിയ കത്ത് ചോർന്നതും രാഷ്ട്രീയ വിവാദമായി കേരളത്തിൽ മാത്രമല്ല കത്തിപ്പടർന്നത്. CPMലെ പ്രധാന നേതാക്കൾക്കുമേൽ ഗുരുതര സാമ്പത്തിക ആരോപണങ്ങൾ ഉന്നയിച്ചാണ് വ്യവസായി കത്ത് നൽകിയത്. അസംബന്ധമാണെന്നായിരുന്നു വിവാദങ്ങളെക്കുറിച്ച് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്.